ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 11-ാം വാക്യം. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഏറി വരുന്ന ഒരു കാര്യമാണ് ഈ ഉത്കണ്ഠ, ഈ ആകുലത എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് ഈ നിമിഷം നമ്മൾ ഇരിക്കുമ്പോഴും ചിന്തിക്കുന്ന എന്താ? നാളെയെക്കുറിച്ച് ഉത്കണ്ഠാകുലൻ. നാളെ എൻ്റെ ജീവിതത്തിൽ എന്താണ്? എപ്പോഴും വേദനിച്ച് നീറിക്കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. എപ്പോഴും ആകുലതയാണ്, എപ്പോഴും ടെൻഷനാണ്. എന്നാൽ ഈശോ എനിക്ക് ഉറപ്പ് നൽകുന്നൊരു കാര്യമുണ്ട് അല്ലേ. നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവത്തിന് വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഒന്നിനെ കുറിച്ചും ഓർത്ത് ഉത്കണ്ഠപ്പെടേണ്ട. നിനക്ക് വേണ്ടത് നിന്റെ ദൈവം കൃത്യമായിട്ട് നിന്റെ ജീവിതത്തില് പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ ഒരു ഉറപ്പ് ഉണ്ടാവണം. ഉണ്ടെങ്കിൽ ഒത്തിരി ആവൂല മാറും കേട്ടോ. നമ്മുടെ പല കരച്ചിലുകള്, പല ടെൻഷനുകൾ മാറി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഇന്ന് എനിക്കത് പറ്റുന്നില്ല. ഭയങ്കര ടെൻഷനില് നീറി കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. പല ഭവനങ്ങളിലേക്കും കയറി ചെല്ലുമ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാ, സമാധാനമില്ല, ഭയങ്കര ടെൻഷനാ. സമ്പത്തിന്റെ കുറവല്ല, ആരോഗ്യത്തിന്റെ കുറവല്ല, പക്ഷെ ടെൻഷനാ. ഈ ടെൻഷൻ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുഴുവനായിട്ട് നശിച്ചു പോവുകയാണ്. അവിടെയാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത്, നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ കരുതുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ആ സംരക്ഷണം തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കണം. നിന്റെ ജീവിതത്തില് നിന്റെ സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ നിന്റെ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആ സംരക്ഷണം എന്തുകൊണ്ടാ നമ്മുടെയൊക്കെ ജീവിതത്തില് തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോകുന്നത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ആകുലതകള് ദൈവസന്നിധി സമർപ്പിക്കാം. ഒന്നിനെയും കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട്, എന്നെ കരുതുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട്, അവൻ എന്നെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പില് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.